യുക്തിവാദികളിൽ കയറി കൂടിയിരിക്കുന്ന ചില നായർവാദികളുണ്ട്. അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. പലരും അങ്ങനെ വന്ന് കമന്റ്സും ഇടാറുണ്ട്. അതായത് ഞാൻ എന്തോ നായർ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായി നിലകൊള്ളുന്നു. നിലകൊള്ളേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നിലകൊള്ളുകയില്ല, നിവൃത്തിയില്ലല്ലോ. ഇവിടെ ചാതുർവർണ്ണയമുണ്ട്, 4 വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, ഇല്ലേ, അങ്ങനെയുണ്ട്, വൈശ്യൻ. ഈ 4 വർണ്ണങ്ങൾ ചാതുർവർണ്ണ്യം മമ സൃഷ്ടി എന്ന് പറഞ്ഞ കൃഷ്ണൻ അദ്ദേഹം കൊണ്ടുവന്ന 4 വർണ്ണ്യങ്ങൾ. അതിനപ്പുറത്തുള്ള വർണ്ണ്യങ്ങളൊന്നും അവർക്ക് വലിയ വിഷയങ്ങളുമല്ല. അവരൊക്കെ എഗൻസ്റ്റുമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വലിയ വിശാലതയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. മാത്രവുമല്ല, നമുക്കിന്ന് ഒരു സംഗിണിയെ പരിചയപ്പെടാം. ആക്ച്വലി യുക്തിവാദികളെ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരൻ അയ്യപ്പൻ, നാരായണ ഒരു യുക്തിവാദിയാണ്, സഹോദരൻ അയ്യപ്പൻ യുക്തിവാദിയാണ്. അങ്ങനെ യുക്തിവാദികളുടെ വലിയൊരു, ഇപ്പം സുമനൻ യുക്തിവാദിയാണ്. അതൊക്കെ പ്യുവർ യുക്തിവാദികളാണ്, പ്യുവറാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ, അവരുടെ മുമ്പിൽ എല്ലാ ഭക്തിവാദികളും ഭക്തിവാദങ്ങളും തെറ്റെന്ന് പറയും. ഇന്നതൊന്നുമില്ല, എല്ലാത്തിലെയും മോശപ്പെട്ട വശങ്ങൾ പറയും. പക്ഷേ അവർ കൂടുതൽ ആക്രമിക്കാത്തത് ഇസ്ലാമിയരെയാണ്. അതിൻ്റെ കാരണം, യുക്തിവാദികൾക്ക് അധികം കിളയ്ക്കാനില്ലാത്ത ഒരേ ഒരു വിഭാഗം ഇവരാണ് എന്നുള്ളതാണ്. അതിനെ കിളയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ യുക്തിവാദിയിൽ, അവൻ സംഘിവാദിയാണ്. അതെൻ്റെ ജാതിബോധം കൊണ്ട് പറയുന്നു, മതബോധം കൊണ്ട് പറയുന്നതല്ല. അതാണ് അതിൻ്റെ സത്യം. ഈ പുതിയ നിയമം പഴയ നിയമമൊക്കെ വന്നിട്ടും ഇവിടെ ഇത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും അത് ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടാനുള്ള തെറ്റുകുറ്റങ്ങൾ ഇല്ല എന്ന് തന്നെയല്ലേ. ഞാൻ എൻ്റെ മതം പുസ്തിയെന്ന് പറഞ്ഞിട്ട് വരണ്ട. ഞാൻ ഈ വിഷയം പറയാനുണ്ടായ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പന്നി പെറ്റ് കൂട്ടുന്നത് പോലെ ഇസ്ലാമിലെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സംശയമോ തർക്കമോ ഇല്ല. താത്തമാർ പന്നി പെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചടക്കേണ്ടതാണല്ലോ. പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തി വിടുകയോ മറ്റോ വേണ്ടിവരും. നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഭൂമി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ആയുധമെടുക്കാനും ആഞ്ഞു വെട്ടാനും പഠിക്കണം ഹിന്ദുക്കൾ. നാമജപ ഘോഷയാത്ര നടത്താൻ പഠിച്ചാൽ മാത്രം പോരാ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സംഗിണിയാണ്, ഒരു സംഘിവാദമാണ്. ഒരിക്കലും ഇല്ല കേട്ടോ. ഇവർ യുക്തിവാദി എന്ന് അഭിനയിക്കുന്ന യുക്തിവാദികളുടെ മേഖലകളിലൊക്കെ പോയി അവിടെ പ്രസംഗം നടത്തുന്ന പ്രാസംഗികയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യുക്തിവാദികളിലേക്ക് എത്രത്തോളം പ്രാസംഗികർ കയറി കൂടിയിട്ടുണ്ട് എന്ന്, എത്രത്തോളം സംഘവാദികൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. രവിചന്ദ്രൻ നായര അദ്ദേഹത്തിന്റെ അനന്തരവനുമായിട്ട് ഇപ്പോൾ ഞാനൊരു കോട്ടിയുണ്ടല്ലോ, അവരും നായരിസം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരേറ്റവും മുൻപിൽ കാണുന്ന ഒരേ ഒരു പ്രതിബന്ധം, അല്ലെങ്കിൽ നായർ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു വിഭാഗം, അത് ഇസ്ലാമിക വിഭാഗമാണ്. അത് നായന്മാരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ ചില ചട്ടരീതികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അവർ സംസാരിക്കുക മാത്രമല്ല, അവർ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ മറ്റൊരു വിഭാഗത്തിന് ഇത്ര ഭ്രാന്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇത്ര ശതമാനത്തിൽ 23% ഈഴവ കമ്മ്യൂണിറ്റി, 26% മുസ്ലിം കമ്മ്യൂണിറ്റി, 11-10% മാത്രമേ ഉള്ളൂ നായർ ഇത്. പക്ഷേ ഈ മന്ത്രിമാരിൽ 10 മന്ത്രിമാർ നായർ കമ്മ്യൂണിറ്റി എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരുടെ പിടിച്ചെടുക്കലുകൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു നായർ യുവതിക്ക് നേരെ ഒരു ആക്രമണം വന്നു, അതൊരു യുക്തിവാദി പറഞ്ഞു എന്നുള്ളതാണ്. അയാൾക്ക് അയാളുടെ കാരണമുണ്ട്. കാരണം ഗവൺമെന്റ് സർവീസിൽ കയറിയിട്ട് പിന്നെ ലീവ് എടുത്തിട്ട് പോകുന്ന തോന്നിവാസം തന്നെയാണ്. അങ്ങനെ അയാൾ പറയുന്നതിന് പകരം പെണ്ണുങ്ങളെല്ലാം വിദേശത്ത് പോകുന്നത് ഇതിനാണെന്നുള്ള ഒരു ധ്വനി അയാളുടെ വാക്കിലുണ്ടായിരുന്നു. അത് തെറ്റായ ഒരു വാക്ക് തന്നെയാണ്. അതിനെതിരെ കർശനമായ നടപടിയെടുക്കണം. പക്ഷേ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്ന എന്താണ്? നായർ പെണ്ണിനെ പറഞ്ഞു. പിന്നെ ചുത്രന്മാരെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങിയേച്ച് ഇപ്പം അങ്ങ് തീർത്ത് കെട്ടും എന്നുള്ളത് ഒരു നായരത്തി പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള സംഘിവാദം അവർ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന യുക്തിവാദികളുടെ ഇടയിലാണ്. യുക്തിവാദിയാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് ഈ സ്ത്രീ ചെയ്ത ഒരു ചെയ്താണ് ഈ പറഞ്ഞ കമന്റ്സ്. അപ്പോൾ ഈ കമന്റ് ഞാനിവിടെ വെക്കുന്നു. ഇത് പറഞ്ഞ ആള് ആകാശവാണിയിലെ മുൻ ജീവനക്കാരി, ഒരു റിട്ടയർ ആയത് റീസെന്റ്. ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ 2019 അന്ന് കേസെടുത്തു. ഒരു കേസല്ല, ഒരുപാട് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഇവർക്കെതിരെ കേസെടുത്തു. 153A ആയിരുന്നു വകുപ്പ്. അങ്ങനെ കേസെടുത്തിട്ട് എന്തായി കേസിന്റെ അനന്തര നടപടികൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾക്കെതിരെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നവും ഇവർക്കെതിരെ കേസെടുക്കത്തില്ല, പക്ഷെ എനിക്കെതിരെ കേസെടുക്കും, എടുക്കും. ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ കൊണ്ട് കൊടുത്താൽ പോലും കേസെടുക്കത്തില്ല. സംഘിപ്പട്ടാളം അങ്ങനെയാണ്. നമ്മളുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ തന്നെ സംഘികളുടെ ഒരു വലിയ കുത്തൊഴുക്കുണ്ട്. അവന്മാരിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്ന ബാക്കിയുള്ള ഒരു കിടുകിട പറയ്ക്കും, സമ്മതിക്കില്ല, അവർ കേസെടുക്കത്തില്ല. ഇനി എടുത്താലോ തേച്ച് മച്ച് തൂരക്കളി. ഇസ്ലാമിന് അഗൻസ്റ്റ് ആണെങ്കിൽ ചാടി എടുക്കും. പിന്നെ മൊബൈൽ പിടിച്ചോണ്ട് പോകും, അത്യാവശ്യം ലാപ്ടോപ്പ് പിടിച്ചോണ്ട് പോകും, എന്ത് വേണോ അത് ചെയ്യും. പക്ഷെ അപ്പുറത്തുള്ളവർ സേഫ് ആൻഡ് സെക്യൂറായി നിൽക്കുകയും ചെയ്യും. പിണു പോലീസാണോ ഇല്ല സംഘി പോലീസാണോ എന്ന് പോലും കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ. ഇന്ദിര ആകാശവാണി വർക്ക് ചെയ്യുന്ന സമയത്ത് 2019 കേസ് വരുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തതെന്ന് അറിയാം. അപ്പോൾ കോടതിയിൽ വിളിക്കും, അതിനുശേഷം നമ്മൾ മൊഴി കൊടുക്കും, കോടതിയിലേക്ക് ആളെ വിളിക്കും. കോടതിയിൽ വിളിക്കുമ്പം അവിടെ ഓരോ തവണയും പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ആണ് അവർ അപ്സ്കോൾഡിംഗ് ആണോ. ആര്? ആകാശവാണി ജോലിയുള്ള സ്ത്രീയോ? അപ്സ്കോൾഡിങ്ങോ? ഇപ്പോഴും റീസെൻ്റ്ലിയാണ് അവർ റിട്ടയർ ആയത്. ഇത്രയും നാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരിടത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവിടെ പോയി പോലീസിന് പിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലീസ് അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നല്ലേ? അബ്സ്കോൾഡഡ് ആയ ഒരു ലേഡി അവസാനം ഇപ്പം എന്താണ്? അൺഡിറ്റക്റ്റഡ് കേസ് എന്ന് കോടതി പറഞ്ഞ് പോലീസ് ഇപ്പോൾ കോഷ് ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഡിക്കെതിരെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇത്രയും മോശമായ രീതിയിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയും കേസ് നടത്തുകയും കേസ് അൺഡിക്റ്റഡ് എന്ന് എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വിട്ടിയാക്കപ്പെട്ടത് ആരാണ്? പലരും അങ്ങനെയാണ്. കേസ് എടുപ്പിക്കാനാണ് ഉത്സാഹം, അത് നടത്തിക്കാൻ പിന്നെ ഉത്സാഹമില്ല. കർശനമായി ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ഇതിനെതിരെ പ്രതിരോധിക്കണമായിരുന്നു. ചെയ്തോ? ഇല്ല. പൈപ്പ് വെള്ളത്തിൽ കൂടെ ഗർഭനിരോധനം ഉണ്ടാക്കി കൊടുത്താലേ ഈ പെണ്ണുങ്ങളുടെ ഗർഭപാത്രം അടങ്ങി ഇവർ ഒതുങ്ങുമെന്ന് പറയണം. പിന്നെ ഞാൻ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ചരിത്രം പറയണമെന്ന് പറയും. ചരിത്രം ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, പറയണം. ഇസ്ലാമിയർ ഇവിടെ വന്നിട്ട് എന്ത് വാഴ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിയർ വന്നത് കൊണ്ടാണ് നീയൊക്കെ തുണി ഉടുത്തത്. 1. 2, നടക്കാനും തിന്നാനും കിടക്കാനും തുണി ഉടുക്കാനും ഉള്ള സ്വാതന്ത്ര്യവും നേടുന്നത് അവർ കൊണ്ട് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണ് നായന്മാർക്ക് ഇത്ര പ്രശ്നം? മുസ്ലിങ്ങളോട് എന്താണ് അവർക്കുള്ള പ്രശ്നം? പാടൻ പറയൻ പിളിയൻ എന്ന രീതിയിൽ കുറേ മനുഷ്യരുണ്ടല്ലോ, അവർ തമ്പുരാനെ മലരേ എന്ന് വിളിക്കുന്ന രീതിയിൽ ഇസ്ലാം അവർ നിർത്തി. അതവർക്ക് പറ്റത്തില്ല. അടിയാളന്മാർ ഒരുപാട് പേരാണ്. തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈടൊത്തിയ കെട്ടിയ നായരായ മിസ്റ്റർ കൃഷ്ണകുമാർ പറഞ്ഞത് കേട്ടില്ലേ? കുഴികുത്തി അതിനകത്ത് വെള്ളം ഒഴിച്ചത് അത് തിന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കൊതി വരുമെന്ന്. ഒരു പ്രത്യേക ജാതി കൊതിയാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് പറയണമെന്നൊക്കെ തോന്നും. ഈ പന്നിപ്പേറിൻ്റെ കേസിലേക്ക് വരും. പന്നി പെറ്റതുപോലെ പെറുന്നു, അതായത് ഒരുപാട് നമ്പർ ഓഫ് കുട്ടീസ് പ്രസവിക്കും എന്നുള്ളതാണ് ഇവന്മാർ പറഞ്ഞു വരുന്നത്. ഇത് പണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ആരാണെന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ ഒരു വേദിയിൽ ഈഴവ കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യരെയാണ് അപമാനിച്ചത്. നീയൊക്കെ പന്നി വെറും നടക്ക് വരും, പന്നി വെച്ചതുപോലെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അന്നത്തെ കേരള കൗമുദി എഡിറ്റർ ആയിരുന്ന, അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ ആയിരുന്ന അത് CV കുഞ്ഞിരാമൻ്റെ മകൻ, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അന്നത്തെ എഡിറ്റോറിയൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യമാണ്. K. സുകുമാരൻ എഴുതിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് വിളിക്കാൻ ഒരു അപ്പനുണ്ട്. എൻ്റെ അപ്പൻ്റെ പേര് C. കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേരും എനിക്കറിയാം. പക്ഷേ ഈ മന്നത്തണ്ണനിക്ക് അപ്പൻ ഉണ്ടോ എന്നുള്ളതാണ്. അതില്ലാത്തവരാണ് ബാക്കിയുള്ളവരുടെ അപ്പനെ അന്വേഷിക്കുന്നത്. ഇന്ദിരയെ പോലുള്ളവർ അപ്പനെ അന്വേഷിക്കുന്നത് അതുകൊണ്ടാണെന്ന് ചുരുക്കം. ഞാൻ പറഞ്ഞില്ല കേട്ടോ, മന്നത്ത് പത്മനാഭൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടില്ലേ എന്തുകൊണ്ട് നായർ ചരിത്രം ഞാൻ പറയുന്നത്? ഇത് കേട്ടുകൊണ്ട് പല നായർ വാലുള്ളവരും വന്നിട്ട് എൻ്റെ അടുത്ത് ഉത്സാഹിച്ച് ബഹളം വയ്ക്കാൻ വരാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരമ്പര്യം എടുത്തു വെച്ച് നോക്കുക. ഒരു 100 വർഷം 50 വർഷം മതി. 1930കളിലാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിന് മുമ്പ് ഒന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ഓൾമോസ്റ്റ്. ഈ 30കൾ എന്ന് പറയുമ്പോൾ തന്നെ എത്ര 100 വർഷം പോലും ആയില്ല ചേച്ചിമാരെ ചേട്ടന്മാരെ. അപ്പോഴാണ് ഇങ്ങനൊരു വ്യവസ്ഥയ്ക്കെതിരെ കർശനമായ ഇവിടെ ഒരു നടപടിയും നിലപാടും ഉണ്ടായത്. അതുവരെ ചൂട്ടുകറ്റ ഹോൾഡേഴ്സ് എന്ന രീതിയിൽ വിക്ഷേപിക്കാതെ നേരിട്ട നിങ്ങൾ ആ വർത്തമാനം കേൾക്കുമ്പോൾ നൊന്തിട്ടൊന്നും കാര്യമില്ല. നായർ വാൽ തൂരക്കളയും. സംയുക്ത വർമ്മയ, സംയുക്ത മേനോൻ അവരവരുടെ മേനോൻ പട്ടം എടുത്ത് തൂര കളഞ്ഞു. എന്തുകൊണ്ടെന്നറിയാം? അവർക്കത് വേണ്ടാന്ന് തോന്നി. അതൊരു അപമാനമാണെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾക്ക് ബോധം വന്നു എന്നാണ് അർത്ഥം. അല്ലാതെ ഒരു അഭിമാനമായി കൊണ്ട് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേൾവികൾ കേൾക്കേണ്ടി വരും എന്നുള്ളത് വസ്തുത. ഇപ്പം ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാര്യം, അടുത്ത് ഇവരിട്ട വേറൊരു പോസ്റ്റാണ്. ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കെ തന്നെ അവരിട്ട ഒരു പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ഇന്ത്യൻ പൗരർ അല്ലാതാകുന്നവർ എങ്ങോട്ട് പോകും എന്ന വേവലാതയാണ് കേരളത്തിലെ സഹോദര സ്നേഹികൾ. അവരുടെ അനധികൃത കുടിയേറ്റക്കാരുടെ ക്യാമ്പിൽ മിനിമം സൗകര്യങ്ങൾ നൽകി പാർപ്പിക്കാം. നിന്നെ അങ്ങനെ കൊണ്ടുപോയി പാർപ്പിച്ച സുഖം ഉണ്ടാവൂടി? നിനക്ക് സുഖമുണ്ടാവുമോ തള്ളേ? വോട്ടും റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാതെ പെറ്റു പെരുകാതിരിക്കാൻ സ്റ്റെറിലൈസ് ചെയ്യുകയും ആവാം. അപ്പം ഇത് വീണ്ടും അവരിട്ടതാണ്. അന്ന് ദേശീയ പൗരത്വ പട്ടികയിൽ നിന്ന് 19 ലക്ഷം പേരാണ് പുറത്തായത്. ഈ ഒരു സംഗതി വന്നതുകൊണ്ട്, അങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട്. അപ്പോൾ ആ വർഷം തന്നെ സെപ്റ്റംബർ 2 മനുഷ്യാവകാശ പ്രവർത്തകനായ വിപിൻ ദാസ് MR നൽകിയ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തിരുന്നു. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പായ IPC 153A വകുപ്പ് പ്രകാരം എടുത്ത കേസാണ് ഇപ്പോൾ അൺഡിറ്റക്റ്റഡ് ഇനത്തിൽ ഉൾപ്പെടുത്തി ഫയൽ കൂട്ടിക്കെട്ടിയത്. നേരത്തെ എടുത്ത പരാതിയിൽ നടപടിയെടുത്തിട്ടില്ല. വീണ്ടും പറഞ്ഞതിലും നടപടിയെടുത്തിട്ടില്ല. വിപിൻ ദാസ് നിയമപ്രകാരം കൊടുത്തതിനെതിരെയും നടപടിയെടുത്തിട്ടില്ല. ഇതിനൊന്നും നടപടിയില്ല. ഇതിനെതിരെ പരാതി നൽകിയതോടെ കേരള പോലീസ് ഇന്റലിജൻസ് വിഭാഗം നിരന്തരമായി ഫോൺ ചെയ്ത് വിവിധ തീവ്രവാദ സംഘടനകളെക്കുറിച്ചും അവയുമായി തനിക്ക് ബന്ധമുണ്ടോ എന്നുമൊക്കെ അന്വേഷിച്ചെന്ന് വിപിൻ ദാസ് പറയുന്നുണ്ട്. അയാൾക്ക് ആ ബുദ്ധിമുട്ട് നേരിടുക. ഇവർക്കെതിരെ കേസ് കൊടുത്താൽ അവർ പിന്നെ പ്രശ്നം നോട്ടഡാണ്. ഇനിയിപ്പോൾ ഞാനും ആ നോട്ടഡായിരിക്കും, ലിസ്റ്റിലായിരിക്കും. ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായ ഇന്ദിര ഇതിനുശേഷവും നിരവധി തവണ വിദ്വേഷ കമന്റുകൾ ചെയ്തുവെങ്കിലും പരാതികളിൽ കേരള പോലീസ് കേസ് എടുത്തിരുന്നില്ല. ഈ നിരന്തരമായിട്ട് ഇസ്ലാമിയർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തുന്ന ഈ സ്ത്രീക്കെതിരെ യാതൊരു ആക്ഷനുമില്ല. കേസ് എടുക്കുന്നുണ്ട്, FIR ഇടുന്നുണ്ട്, പക്ഷേ അറസ്റ്റില്ല. കോടതിയിലേക്ക് അവർ പോകുന്നില്ല. സംഗതി കോശി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകുന്നത് പോലീസുകാരാണ്. സർക്കാർ തലങ്ങളിൽ നിന്ന് സപ്പോർട്ടുണ്ട്. ഒരു ആകാശവാണി പോലുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അവർ അബ്സ്കോൾഡഡ് ആയെന്ന് എഴുതി കൊടുക്കാൻ കാണിക്കുന്ന ആ തൻ്റെ ഇടം, അതിനെതിരെ നമ്മൾ ചെറുത്തുനിൽപ്പ് നടത്തുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ നടക്കുന്ന ഒരു വൃത്തികേടിനെതിരെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നു എന്നേ ഉള്ളൂ. ഇത് ഒരാളുടെ വിഷയം മാത്രമല്ല. രവിചന്ദ്രൻ, അടുത്ത നായരണ്ണൻ, അണ്ണം പറയുന്നത് മുഴുക്ക സംഗീതമാണ്. അണ്ണം പറയുന്നത് ഒരിക്കലും യുക്തിവാദമല്ല.
അത് ഞാൻ തെളിയിച്ച കാര്യമാണ്. എന്തുകൊണ്ടത് പറയുന്നു? എന്താണ് ഇവർക്ക് ഇത്ര വൈരാഗ്യം? ഇവർ മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു നേട്ടം എന്തെന്നാൽ സൊസൈറ്റിയിൽ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാൻ ഇസ്ലാമിയർക്ക് പറ്റും. അത് പറ്റാത്ത ഒരു വിഭാഗം സംഘികളാണ്. മറ്റ് ഏത് രാഷ്ട്രീയവും അത് അനുകൂലിക്കും. എല്ലാവരും തുല്യരായിരിക്കണം. ജനാധിപത്യം അതാണല്ലോ. ആ ജനാധിപത്യ മര്യാദ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരേ ഒരു രാഷ്ട്രീയം സംഘി രാഷ്ട്രീയം. അതിനെ ആ കുട പിടിക്കുന്നവർ ഈ പറയുന്ന യുക്തിവാദികളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെന്ന തിരിച്ചറിവാണ് ഞാൻ ഇവർക്കെതിരെ നിൽക്കുന്നത്. ഇതൊന്നോ രണ്ടോ നമ്പറല്ല, നമ്പർ ഓഫ് പീപ്പിൾ ആർ ദെയർ. എനിക്ക് അവരെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരാളെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇനി നിങ്ങൾ പറയൂ, ഞാൻ നായർ കമ്മ്യൂണിറ്റിക്കെതിരെ പറയുന്നതിൽ തെറ്റുണ്ടോ? എന്തുകൊണ്ട് പറയുന്നു? എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുന്നു. എനിക്ക് മനസ്സിലായ എൻ്റെ സമൂഹത്തിനെ അവഹേളിക്കുകയും അപരവൽക്കരിക്കുകയും അത്യധികം നീചമായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികേടിനെതിരെ എന്നാൽ കഴിയുന്നത് ഇത്തരം പ്രതികരണം മാത്രമാണ്. ഞാനത് വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്കറിയാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പ്രത്യേകിച്ച് ജാതി ബോധമില്ലാത്ത, അങ്ങനെ യാതൊരു രീതിയിലും ഇതില്ലാത്ത ഒത്തിരി ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി മനുഷ്യർ എൻ്റെ ഒപ്പമുണ്ട്. എനിക്കറിയാം അവരെന്നെ ഒരുപാട് രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കാൻ പറയുന്നതാണ്, എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു ദേഷ്യവുമില്ല. എൻ്റെ കമ്മ്യൂണിറ്റിയോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോ ഒന്നും വ്യത്യസ്തതയുമില്ല. എൻ്റെ ഒരൊറ്റ ലൈൻ, എല്ലാവരും ഈക്വലായി സമത്വസുന്ദരമായി സന്തോഷപൂർവ്വമായി പരസ്പരം വഴക്കില്ലാതെ സ്വസ്ഥമായി പോകണമെന്നുള്ളത്. അതിലുമൊക്കെ ചണ്ടയൊക്കെ വേണം, ഇവിടുന്ന് അപ്പുറത്തോട്ട് അതിര് തർക്കം ഇതൊക്കെ വേണം. പക്ഷേ മതം പറഞ്ഞ് നമ്മൾ തല്ലുപിടിക്കരുത്, ജാതി പറഞ്ഞ് നമ്മൾ വേർതിരിവ് കാണിക്കരുത്. എൻ്റെ സ്വപ്നങ്ങളിലൊന്നാണത്. നടക്കുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഇവിടെ നടക്കുന്ന ആ അസമത്വം, ആ അരാജകത്വത്തിനെതിരെ അറ്റ്ലീസ്റ്റ് നാവ് കൊണ്ടെങ്കിലും രണ്ട് കാര്യം പറയാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. ഇത് റെഫറൻസ് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ആണ് ഇവർക്ക് എന്നെ പിടിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എന്നേ ജയിലിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് തന്നെയാണ് ഞാൻ ഈ വിഭാഗത്തിനെതിരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ മനസ്കടത ഇല്ലാത്ത നായർ കമ്മ്യൂണിറ്റിയുള്ള മറ്റുള്ളവരെയല്ല ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഏറ്റവും ഭീകരമായി, ഏറ്റവും മൃഗീയമായി എൻ്റെ മതവിഭാഗത്തിനെ ആക്രമിക്കുന്നത് ഈ വിഭാഗത്തിലെ 1-2 തലത്തിരിഞ്ഞവന്മാരാണ്. അവർക്കെതിരെ ശക്തമായി ഞാൻ നിലകൊള്ളും. അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്കിത് പറയാനുള്ള റൈറ്റ്സും ഉണ്ട്. കാരണം ഞാൻ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്, അവരങ്ങനെയല്ല ചെയ്യുന്നത്, ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അക്രമത്തിനും പ്രതിരോധത്തിനും നല്ല വ്യത്യാസമുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. തെളിവുൾപ്പെടെയാണ് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ നിരയെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. കൊടുത്ത കേസുകളൊക്കെ തന്നെ അസാധുവാക്കപ്പെടുകയും ഒരു അറസ്റ്റോ അവർ കോടതിയിലേക്ക് വരികയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുത. വീണ്ടും നിരന്തരമായി ഇസ്ലാമിയർക്കെതിരെ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷജന്തുവാണ് അത് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. ഇതിനേക്കാൾ ഉപരി ഇപ്പോൾ അവിടെ ആക്സിഡൻറ്റ് നടന്ന സ്ഥിതിക്ക് ആ സ്ത്രീയെ അങ്ങോട്ട് സേവ് ചെയ്യാനും അതിനും അവരുടെ ആ നായർ രസത്തിനെ ഉയർത്തി കാണിക്കാനും നിൽക്കുമ്പോൾ നമുക്കതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നു. സ്ത്രീത്വത്തിനെ അവമാനിച്ചാൽ അതിനെ ഞാൻ അംഗീകരിക്കുന്നു, അത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ ഇവിടെ അവർ ഉയർത്തി കാണിക്കുന്ന ഒരു നായരിസത്തിനെയാണ്, അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെയില്ല. അവരെരന്ന് വാങ്ങിക്കുന്നതാണ് എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.